അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപമനുസരിച്ച് സുന്നത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നവർ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നവർ മയ്യത്തിനെ പെട്ടെന്ന് ഖബറിലേക്ക് എത്തിക്കലാണ്. അതാണ് ഏറ്റവും ഉത്തമമായത്. ആർക്ക്? മയ്യത്തിൻ്റെ മസ്ലഹത്താണ് നാം നോക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിന് സമാധാനമുണ്ടാവലല്ല. ഉമ്മ കണ്ടോ, വാപ്പ കണ്ടോ, മക്കൾ കണ്ടോ, അതൊന്നുമല്ല പ്രശ്നം. ഈ മയ്യത്തിന് പരലോകത്തിലേക്ക് ഇപ്പോൾ അദ്ദേഹം യാത്ര പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സ്റ്റേഷനാണ് ഖബർ. ആ സ്റ്റേഷനിൽ അദ്ദേഹത്തിന് സമാധാനവും ശാന്തിയും കിട്ടാൻ ഉത്തമമായ രീതി അത് ഏറ്റവും പെട്ടെന്ന് അദ്ദേഹത്തിനെ ഖബറടക്കലാണ്. നല്ല വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിനെ പിന്തിപ്പിക്കുന്നത് സ്വർഗത്തോപ്പിനെ തൊട്ടാണ്. നാം മരിച്ച വ്യക്തി നല്ല വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിനെ നാം പിന്തിപ്പിക്കുമ്പോൾ സ്വർഗത്തോപ്പിലേക്ക് എത്തുന്നതിനെ തൊട്ട് നാം തടയുന്നതാണത്, പിന്തിപ്പിക്കുന്നതാണ്. ഇനി നല്ല വ്യക്തി അല്ലെങ്കിൽ റസൂല ചോദിക്കുന്നത്, എന്തിനാണ് ആ ചമ്പത്തിനെ നിങ്ങൾ അവിടെ വെച്ച് നിർത്തുന്നത്? പെട്ടെന്ന് നിങ്ങൾ ആ ചമ്പത്തിൽ നിന്നിട്ട് രക്ഷ പ്രാപിക്കുക, നിങ്ങളുടെ വീട്ടിൽ നിന്നിട്ട് ഒഴിവാക്കുക എന്നാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഏത് രൂപത്തിലാണെങ്കിലും പിന്തിപ്പിക്കാതിരിക്കലാണ് വേണ്ടത്. പിന്തിപ്പിക്കുന്നത് ശരിയല്ല. ആര് കണ്ടില്ല എന്നൊന്നും ഒരു പ്രശ്നമല്ല. കാണുക എന്നത് ഇസ്ലാമിലില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അഥവാ മയ്യത്ത് ഖബറടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും സൗകര്യം കിട്ടിയാൽ കാണാമെന്നല്ലാതെ കാണൽ ഇസ്ലാമിൽ ഒരു പ്രത്യേക ചടങ്ങേ അല്ല. അങ്ങനെയുള്ള ഒരു പരിപാടി തന്നെ സൗദി അറേബ്യയിൽ എവിടെയില്ല, മക്കത്തുമില്ല, മദീനത്തുമില്ല. ഒരാൾ മരണപ്പെട്ടു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ മദീനയിലേക്ക് ഹറമിലേക്കാണ് പോവുക അദ്ദേഹത്തിന് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി. കാരണം അദ്ദേഹത്തിൻ്റെ മയ്യത്തിനെ വീട്ടിലേക്ക് കൊണ്ടുവരൂല, മറിച്ച് ഹോസ്പിറ്റലിൽ നിന്നിട്ട് നേരെ കൊണ്ടുപോകൽ എവിടേക്കാണ്? മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലം ബഖീഉൽ ഖർഖദ് എന്ന് പറയുന്ന ഖബർസ്ഥാനത്തിൽ, റസൂലുള്ളാഹിന്റെ പള്ളിയുടെ പരിസരത്തിലുള്ളതായ ഖബർസ്ഥാനത്തിൽ മയ്യത്ത് കുളിപ്പിക്കുന്നതായ സ്ഥലത്തേക്കാണ് ആ മയ്യത്തിനെ ഹോസ്പിറ്റലിൽ നിന്നിട്ട് നേരിട്ട് കൊണ്ടുപോവുക. ഇനി വീട്ടിൽ മരിച്ചാലും വീട്ടിൽ ആരും കാണാൻ പോക്കില്ല മരിച്ച ആളെ കാണാൻ, മറിച്ച് മരിച്ചവരുടെ വീട്ടിൽ നിന്നിട്ട് മയ്യത്തിനെ കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയതിന് ശേഷമാണ് മരണപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുക. അങ്ങനെ അവിടുന്ന് പിന്നെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി മസ്ജിദ് നബവിയിലേക്ക്, പള്ളിയിലേക്കാണ് ജനങ്ങൾ എത്തുക. അതാണ് ഇസ്ലാമിൻ്റെ നിയമവും. അങ്ങനെയാണ് സൗദി അറേബ്യയിൽ ഇവിടെ മക്കത്തും മദീനത്തും നടക്കാറുള്ളതും. നമ്മുടെ നാട്ടിൽ കാണാറുള്ളത് പോലെ കുടുംബക്കാർ കാണണമെന്ന് വിചാരിച്ചിട്ട് മയ്യത്തിനെ പിന്തിപ്പിക്കൽ അത് നല്ല ആചാരമല്ല. അത് ഇസ്ലാമിൽ അനാചാരമാണ്, പാടില്ലാത്തതാണ്, ഒഴിവാക്കേണ്ടതാണ്, മയ്യത്തിന് ദ്രോഹമാണ്. അതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.